നമസ്കാരം, ഞാൻ ഡോക്ടർ വിവേക് ശശീന്ദ്രൻ, സീനിയർ കൺസൾട്ടൻറ്റ് ENT സർജൻ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, കല്ലിശ്ശേരി. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കോക്ലിയർ ഇംപ്ലാന്റേഷനെ കുറിച്ചാണ്. എന്താണ് കോക്ലിയർ ഇംപ്ലാന്റേഷൻ? കോക്ലിയർ ഇംപ്ലാന്റ് എന്ന് വെച്ചാൽ ഒരു ഡിവൈസാണ്, ഒരു ഇംപ്ലാന്റബിൾ ഡിവൈസാണ്. അതായത് നമ്മൾ ഈ ഡിവൈസ് നമ്മുടെ ചെവിയുടെ പരിസരത്ത് ഒരു സർജറി വഴി ഇംപ്ലാന്റ് ചെയ്യുകയാണ്. എങ്ങനെയുള്ള പേഷ്യൻസിനാണ് കോക്ലിയർ ഇംപ്ലാന്റേഷൻ പ്രയോജനപ്പെടുക? സിവിയർ ടു പ്രൊഫൗണ്ട് ഹിയറിംഗ് ലോസ്, അതായത് ഞരമ്പുകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ കോക്ലിയ അതിനകത്തുള്ള ഹെയർ സെൽസിന് ഡാമേജ് ഉണ്ടാകുമ്പോൾ നമുക്ക് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ഉണ്ടാകും. അതിനകത്ത് ഏറ്റവും സിവിയർ അല്ലെങ്കിൽ പ്രൊഫൗണ്ട് കാറ്റഗറീസ് ഉള്ള പേഷ്യൻസിന് പലപ്പോഴും ഹിയറിംഗ് എയ്ഡ്സ് കൊണ്ട് പ്രയോജനം വരാതാകുകയും ആ ഒരു സബ്സെറ്റ് ഓഫ് പേഷ്യൻസ് ആണ് കോക്ലിയർ ഇംപ്ലാന്റേഷനുള്ള കാൻഡിഡേറ്റ്സ്. ഇത് ജന്മന കേൾവി കുറവുള്ള കുട്ടികൾക്കും ചെയ്യാം, അതുപോലെ തന്നെ മുതിർന്ന ആൾക്കാർക്കും ഇത് ചെയ്യാവുന്നതാണ്. ഇതിനൊരു ഏജ് ലിമിറ്റ് ഇല്ല. നമ്മൾ യൂഷ്വലി ഏറ്റവും ഏർലി ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് ബൈ 1 year ഓഫ് ഏജ് ആണ്. അതുപോലെ എൽഡർലി പേഷ്യൻസ് നമ്മളിപ്പോൾ ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ ഏറ്റവും ഓൾഡസ്റ്റ് പേഷ്യൻ്റ് അറൗണ്ട് 74 years ആണ്. അപ്പോൾ ഈ പറഞ്ഞ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യുന്ന പേഷ്യൻസ്, അതിപ്പോൾ എന്ത് കാരണവശാൽ, ഇപ്പോൾ ഒരു പക്ഷേ ഒരു ഇൻഫെക്ഷൻ വന്നിട്ട് അതിന് ശേഷം സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ഉണ്ടാകാം, ഇല്ല ഒരു ആക്സിഡൻറ്റ്, ഒരു ട്രോമ, ഒരു ഹെഡ് ഇഞ്ചറി വന്നതിന് ശേഷം സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ഉണ്ടാകാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ജന്മന കൺജനൈറ്റൽ ഹിയറിംഗ് ലോസസ്, ആ ഒരു സബ്സെറ്റ് ഓഫ് പേഷ്യൻസ് അതാകാം, അല്ലെങ്കിൽ എൽഡർലി പേഷ്യൻസ്, മുതിർന്ന അതായത് പ്രായം ചെന്നവർക്ക് പ്രസ്ബൈക്യൂസിസ്, ഏജ് റിലേറ്റഡ് ഹിയറിംഗ് ലോസ് ഉണ്ടാകാം. പലപ്പോഴും ആദ്യ സ്റ്റേജുകളിൽ ഹിയറിംഗ് എയ്ഡ് വെച്ച് അവർക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റും. എന്നാൽ കാലക്രമേണ ഇതൊരു പ്രോഗ്രസീവ് എൻറ്റിറ്റിയാണ്. അപ്പോൾ അവർക്ക് പലപ്പോഴും ഹിയറിംഗ് എയ്ഡ് പ്രയോജനപ്പെടാതെ വരും, അല്ലെങ്കിൽ അവർക്ക് കേൾക്കുന്നുണ്ട് പക്ഷേ എന്താണെന്നുള്ളത് മനസ്സിലാകാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസിന് തീർച്ചയായിട്ടും പ്രയോജനപ്പെടുന്നൊരു കാര്യമാണ് കോക്ലിയർ ഇംപ്ലാന്റേഷൻ എന്ന സർജറി. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. യൂഷ്വലി 1.5 to 2 hours ആണ് ഇതിൻ്റെ ഒരു ഓപ്പറേറ്റിംഗ് ടൈം. ഈ സർജറി വഴി നമുക്ക് ഈ ഡിവൈസ് നമുക്ക് ചെവിയുടെ പരിസരത്തും അതുപോലെ അതിൻ്റെ ഇലക്ട്രോഡ്സ് കോക്ലിയയുടെ അകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതിനുശേഷം ഒരു 3 ആഴ്ചയ്ക്ക് ശേഷം നമ്മൾ ഡിവൈസ് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ഈ പേഷ്യൻസിന് കേട്ട് തുടങ്ങാവുന്നതാണ്. താങ്ക് യു.